അതായത് ഫാമിലി ബിസിനസ്സുകൾ നേരിടുന്ന ഞാൻ മനസ്സിലാക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി സ്റ്റഡി മാനേജ്മെൻറ്റ് ഫ്രം MBA കോഴ്സസ്. ഇപ്പോൾ MBA പഠിച്ച ആൾക്കാരെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പഠിക്കാതെയാണ് അധികം ആൾക്കാരും ബിസിനസ് ചെയ്യണത്. പഠിച്ചാണ് സമയത്തോളം ദേ ലേൺ മാനേജ്മെൻറ്റ്. ദി ഹോൾ ഐഡിയ ഈസ് നോട്ട് അബൌട്ട് റിപ്ലിക്കേറ്റിംഗ് വൺ മോഡൽ ഓൺ സംബഡി എൽസ്. കാരണം ദാറ്റ് ഡസ് നോട്ട് ഫിറ്റ്. എല്ലാവർക്കും നമസ്കാരം. സ്റ്റോറീസ് ഓഫ് ബ്രാൻഡ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അമീന ഹസൻ, ദ സ്ട്രാറ്റജി അഡ്വൈസർ. വെൽക്കം. താങ്ക് യു സൽമാൻ. ഓക്കെ, നമ്മൾ യാദർശികമായിട്ട് പരിചയപ്പെട്ടതാണ് അല്ലേ? എന്താ പറയുക, വളരെ യാദർശികമായിട്ട് പരിചയപ്പെട്ടത്. ഇതുവരെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഞാൻ നിങ്ങളുമായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മൾ പല രീതിയിൽ നമ്മൾ ഡിസ്കഷൻസ് പോയിട്ടുണ്ട്. സോ ഈ സ്ട്രാറ്റജി അഡ്വൈസർ എന്താന്ന് ആ ഒരു ടാഗ് ലൈൻ കേട്ടപ്പോൾ ഞാനും ഒന്ന് ക്യൂരിയസ് ആയിരുന്നു. എന്താണ് സ്ട്രാറ്റജി അഡ്വൈസർ? ഐ വാണ്ട് ടു നോ ദാറ്റ്. എസ്പെഷ്യലി ഇപ്പം ഒരു ഫാമിലി ബിസിനസ്സൊക്കെ റൺ ചെയ്യുന്ന ആളുകൾ, ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവും അല്ലേ? എങ്ങനെയാണ് ഫാമിലി ബിസിനസ് കൊണ്ടുപോകാന്നുള്ളതൊക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തുടങ്ങാം. എന്താണ് സ്ട്രാറ്റജി അഡ്വൈസർ എന്ന ടാഗ് ലൈൻ വെക്കാനുള്ള റീസൺ? ബേസിക്കലി സ്ട്രാറ്റജി അഡ്വൈസറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന് ലോങ് ടേം പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഗതിയാണ്. ഓക്കെ, ഒരു ബിസിനസ്സിന് യൂഷ്വലി ഡെഫിനറ്റ്ലി ദേ വിൽ ബി ഹാവിങ് ടാക്ടിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാക്ടിക്കൽ മാനേജ്മെൻറ്റ് ഇഷ്യൂസ്. അത് ഇന്ന് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം അല്ലെങ്കിൽ ഈ വർഷം സോൾവ് ചെയ്യേണ്ട പ്രോബ്ലങ്ങളായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. ആൻഡ് യൂഷ്വലി ബിസിനസ്സുകൾ ഫോക്കസ് ചെയ്ത് ആ ഏരിയയിലായിരിക്കും. നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ ബ്രാൻഡിങ് പ്രോബ്ലം അല്ലെങ്കിൽ HR പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടേം ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നത്തിൻ്റെ മുകളിലാണ് അധികം ബിസിനസ്സുകൾ ഫോക്കസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ കൺസൾട്ടിങ് ആവശ്യം വരുമ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിനെ ഏൽപ്പിക്കും. പീപ്പിൾ ഹു ആക്ച്വലി കൺസൾട്ട് ഓൺ ഹൗ യു ഷുഡ് മാനേജ് ദ ബിസിനസ്. ഓക്കെ, സ്ട്രാറ്റജി കൺസൾട്ടിങ് അല്ലെങ്കിൽ സ്ട്രാറ്റജി അഡ്വൈസറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് ദ ലോങ് ടേം പ്ലാൻ. ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു യുവർ വിഷൻ. നിങ്ങളുടെ വിഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വിഷനിൽ ഒരു 5 years ഡൗൺ ദ ലൈൻ നിങ്ങൾക്ക് ഒരു മൈൽ സ്റ്റോൺ എത്താനുണ്ട്, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് മൈൽ സ്റ്റോൺസ് എത്താനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഷോർട്ട് ടേം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്തിട്ട് കാര്യമില്ല. വി ഹാവ് ടു ഡു മെനി തിങ്സ് ദാറ്റ് അലൈൻസ് വിത്ത് ദി ലോങ് ടേം പ്ലാൻ. ആ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പല കാര്യങ്ങളും വേറെ ചെയ്യേണ്ടി വരും. നോർമൽ ബിസിനസ് ഓണറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവർ ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കേണ്ട ഒരു പ്ലാനാണ്. അത് ബേസിക്കലി പല രൂപത്തിൽ ചെയ്യാം. എസ്പെഷ്യലി ഇപ്പോൾ ഇന്നത്തെ ബിസിനസ്സിൽ എസ്പെഷ്യലി ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബിസിനസ് ആകുമ്പോൾ ഒരാൾ മാത്രമല്ല അതിൽ ഡിസിഷൻ എടുക്കുക, ഫൗണ്ടർ മാത്രമല്ല ആ ബിസിനസ്സിൽ ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഫാമിലി ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ യു മേ ഹാവ് പിന്നെ ബിസിനസ് ഇൻവോൾവ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും, എസ്പെഷ്യലി സൺസ്, ഡോട്ടേഴ്സ്, അല്ലെങ്കിൽ സീനിയർ മാനേജ്മെൻറ്റ് ടീം ഉണ്ടാവും, ചിലപ്പോൾ പാർട്ട്നേഴ്സ് ഉണ്ടാവും. സോ മോർ ദാൻ എ വിഷൻ, ഇറ്റ്സ് എ ഷെയർഡ് വിഷൻ. അപ്പോൾ ഈ ഷെയർഡ് വിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് ടോപ്പിക് ഓൺ ഇറ്റ്സ് ഓൺ. അപ്പോൾ ഈ ഷെയർഡ് വിഷൻ ഒരാൾ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. ദേ ഹാവ് ടു ആക്ച്വലി ഡിസ്കസ് ഇറ്റ്, ബ്രെയിൻ സ്റ്റോം ഇറ്റ്, ഡിബേറ്റ് ഇറ്റ്, ആൻഡ് ഇറ്റ് ഷുഡ് കം ആസ് എ കളക്റ്റീവ് ആക്ഷൻ. ആൻഡ് എവരിബഡി ഷുഡ് അഗ്രി ടു ഇറ്റ്. കാരണം ഒരാളുടെ മാത്രം തീരുമാനം നമുക്ക് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ള ആൾക്കാരൊന്നും അതിലേക്ക് എന്താവില്ല, സബ്സ്ക്രൈബ്ഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു വർക്ക്ഷോപ്പ് പോലെയാണ് ഞങ്ങൾ നടത്താറുള്ളത്. വർക്ക്ഷോപ്പ് ബൈ വിച്ച് എല്ലാവരും അവരുടെ ഒപ്പീനിയൻസ് ഓപ്പണായിട്ട് ഷെയർ ചെയ്യുന്നു, അവരവരെ തോട്ട് പ്രോസസ് ടേബിൾ വെക്കുന്നു, ഡിബേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒരു നല്ലൊരു ഔട്ട്കം ലൈക്ക് വാട്ട് ദ ഫ്യൂച്ചർ ഷുഡ് ബി, വാട്ട് വി ഷുഡ് അക്കംപ്ലിഷ് ഇയർ ഓൺ ഇയർ, ആൻഡ് വാട്ട് ഷുഡ് ബി അവർ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്സ്. യൂഷ്വലി ഈ വിഷൻ സെഷനിലൊക്കെ ആൾക്കാർ ചെയ്യുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ ദേ ഓൾവേസ് പ്ലാൻ വാട്ട് ദേ വോണ്ട് ടു ഡു ഓർ വാട്ട് ദേ വോണ്ട് ടു ഗെറ്റ്, ആ കീ മൈൽ സ്റ്റോൺസ്. പക്ഷേ പ്രശ്നം കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീ മൈൽ സ്റ്റോൺസ് എത്താൻ ഒരുപാട് ഒബ്സ്റ്റിക്കിൾസ് ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇന്നത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ പിന്നെ മാൻ പവറിൻ്റെ റിസോഴ്സിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയമാവാം. അപ്പോൾ മൈൽ സ്റ്റോൺസ് മാത്രം സെറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇഫ് യു ജസ്റ്റ് സെറ്റ് ദ മൈൽ സ്റ്റോൺസ് ആൻഡ് വാക്ക് അവേ ഫ്രം ദ റൂം, നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൺ. കാരണം ദ ഡേ 1 മുതൽ നിങ്ങൾ അതിനുള്ള ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ വാട്ട് ഈസ് പ്രിവെൻറ്റിങ് അസ് ഫ്രം അച്ചീവിങ് ദറ്റ് മൈൽ സ്റ്റോൺ. അപ്പോൾ ആ ഒബ്സ്റ്റക്കിൾസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഇനീഷ്യേറ്റീവ്സ് നമ്മൾ ബിൽഡ് ചെയ്യണം. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ എ വിഷൻ പ്ലാൻ ഈസ് ദോസ് ഇനീഷ്യേറ്റീവ്സ്. കാരണം ആ ഇനീഷ്യേറ്റീവ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒബ്സ്റ്റക്കിൾസ് നമ്മൾ ഓവർകം ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യും. അത് ക്വിക്കായിട്ട് ഒരിക്കലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റില്ല ആ കാര്യങ്ങളൊന്നും. ഈ പറഞ്ഞ പോലെ മൈൽ സ്റ്റോൺസ് നമ്മൾ സെറ്റ് ചെയ്തു, പക്ഷേ ക്വിക്കായിട്ട് അതിൻ്റെ പ്ലാന് സെറ്റ് ചെയ്തു, പക്ഷേ എക്സിക്യൂഷൻ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് എന്നുള്ളതിൻ്റെ ഒരു കാര്യങ്ങൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ക്ലയൻ്റ് ആണോ, എങ്ങനെയാണത്? അല്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ മൈൽ സ്റ്റോൺസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് സെറ്റ് വെരി സ്മോൾ മൈൽ സ്റ്റോൺസ്, വളരെയധികം അച്ചീവബിൾ ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ആ ട്രാക്ഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരാം. പക്ഷെ അതിനെ നമ്മളൊരു മൈൽ സ്റ്റോൺ ആയിട്ട് അങ്ങനെ കണക്കാക്കൂലല്ലോ. തീർച്ചയായിട്ടും ഒരു വിഷണറി ഓർഗനൈസേഷൻ മീൻസ് ദേ ആർ ട്രൈങ് ടു മൂവ് ഫ്രം വൺ ലെവൽ ടു ദി അതർ.
So the milestone definitely would be a harder one. Okay. It may not be a 5% growth or 6% growth or something like that. It will be something drastic. ചിലപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ആവാം, ചിലപ്പോൾ വേറൊരു വെർട്ടിക്കലിലേക്ക് നീങ്ങുന്നതാവാം. മനസ്സിലായി. ഈ സെയിൽ എല്ലാ വർഷം കൂട്ടുക എന്ന് പറയുന്നതൊരു മൈൽ സ്റ്റോൺ അല്ല. ഐ മീൻ ദാറ്റ് ഈസ് നോട്ട് കൈൻഡ് ഓഫ് ലൈക്ക് എ ഗ്രോത്ത്. ഓക്കെ. ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് ഗ്രോത്ത് ആയിരിക്കും. ഇറ്റ് ഇൻവോൾവ് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാവാം, പുതിയ മേഖലകളിലേക്ക് പോണതാവാം, പുതിയ മാർക്കറ്റ്സിലേക്ക് പോണതാവാം, പുതിയ പ്രൊഡക്റ്റിലേക്ക് പോണതാവാം, പുതിയ കസ്റ്റമർ സെഗ്മെൻറ്റ് ടാർഗറ്റ് ചെയ്യണതാവാം. പിന്നെ അല്ലെങ്കിൽ ഒരു മേജർ ഷിഫ്റ്റ് ഇൻ ദ വേ ദേ ആർ പ്രൊഡ്യൂസിങ് തിങ്സ് വിച്ച് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓർ ഇൻക്രീസസ് ദ ക്വാളിറ്റി. അങ്ങനെ പല പല ഏരിയസിലായിരിക്കും മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. മനസ്സിലായി. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി സബ്സ്റ്റാൻഷ്യൽ. അപ്പോഴാണല്ലോ ആ ഒരു ചലഞ്ച് എലമെൻ്റ് അവിടെ എടുക്കുന്നത്. അപ്പോഴാണ് ശരിക്കും ഒരു ഓർഗനൈസേഷൻ ഗ്രോ ചെയ്യണത്. മറ്റത് ഗ്രോത്ത് എന്ന് പറയാൻ പറ്റില്ല, ഒരു നാച്ചുറൽ ട്രാൻസിഷൻ ഓഫ് എ കമ്പനി എന്നേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായി. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പം എത്ര 20 വർഷമായില്ലേ? ഓൾമോസ്റ്റ് 23 years. 23 ഇയേഴ്സായി. ഈ 23 ഇയേഴ്സിൽ ഒരുപാട് ഏരിയയിൽ കൺസൾട്ടൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എന്താണ് ഈ 3 വർഷത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നത്? ഒരു സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ഒരു ജേണി? ഐ മീൻ എവറി എൻഗേജ്മെൻറ്റ് ഓർ എവറി ക്ലയൻറ്റ് ഈസ് ഡിഫറെൻറ്റ്. കാരണം ഓരോ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ ഒരു ചലഞ്ച് ഉണ്ടാവും. ഓക്കെ. കാരണം അതിലെ പ്രൊമോട്ടർ അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ കപ്പാസിറ്റി ബ്രിങ്സ് ഇൻ പോസിബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്. അവർ തുടങ്ങുന്ന സ്ഥലം ബ്രിങ്സ് ഇൻ പോസിബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്. അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ടീം, അതിനെ ഫൗണ്ടിങ് ടീം അല്ലെങ്കിൽ പിന്നെ എക്സിസ്റ്റിംഗ് സീനിയർ പൊസിഷൻസ് പിന്നെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ. സോ നോ ടു കോമ്പീറ്റിംഗ് ബിസിനസ് ആർ ദ സെയിം. ഓക്കെ. ദേ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ദി ഓൺലി തിങ് മൈറ്റ് ബി ദാറ്റ് ദേ മൈറ്റ് ബി കോമ്പീറ്റിംഗ് ഫോർ ദ സെയിം പീപ്പിൾ. അത്രേ ഉള്ളൂ. ഏകദേശം സെയിം പീപ്പിളായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് വരുമ്പോൾ നോക്കുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ബിസിനസ്സിലും അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ചലഞ്ചായിരിക്കും. അപ്പോൾ ഈ ലാസ്റ്റ് 23 ഇയേഴ്സിൽ ഹൺഡ്രഡ്സ് ഓഫ് ബിസിനസ്സുകൾ നമ്മൾ കൺസൾട്ട് ചെയ്തിരുന്നു. ആൻഡ് ഐ തിങ്ക് മോർ ദാൻ 20 ഇൻഡസ്ട്രീസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ജോഗ്രഫീസിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് എക്സ്പീരിയൻസ് ഈസ് വെരി എക്സൈറ്റിംഗ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി റെയർ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് യു ഗെറ്റ്. ഓക്കെ. ഒരേ ഇൻഡസ്ട്രിയിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ടാവുമല്ലോ. അപ്പം എല്ലാവർക്കും ഡിഫറെൻറ്റ് ചാലഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക. അല്ല, എല്ലാതും ഒരേപോലെ തന്നെ. ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില കൺസൾട്ടൻസ് നോർമലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ആ സെയിം ഇൻഡസ്ട്രിയിൽ മറ്റുള്ള ബിസിനസ്സുകളിൽ നിന്നും എടുത്തിട്ടുള്ള അതേ മോഡൽ മറ്റൊരു ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നത്. അത് പ്രോബബ്ലി ഫെയിലിയർ അല്ല ആ ഒരു മോഡൽ എന്ന് പറയുന്നത്. അത് ബേസിക്കലി അങ്ങനെയല്ല കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ്. ദി ഹോൾ ഐഡിയ ഈസ് നോട്ട് അബൌട്ട് റിപ്ലിക്കേറ്റിംഗ് വൺ മോഡൽ ഓൺ സംബഡി എൽസ്. കാരണം ദാറ്റ് ഡസ് നോട്ട് ഫിറ്റ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ബിസിനസ്സിലെ പ്രൊമോട്ടറല്ല അവിടെ ഇരിക്കുന്നത്, ഈ ബിസിനസ്സിൽ ലീഡ് ചെയ്യുന്ന ആൾക്കാരല്ല അവിടെ ഇരിക്കുന്നത്, ഈ ബിസിനസ്സിൽ അവരുണ്ടാക്കിയെടുത്തുള്ള സിസ്റ്റം അല്ല അവിടെ ഉള്ളത്, കൾച്ചറല്ല അവിടെ ഉള്ളത്. എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ്. പുറത്തുനിന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ഈ രണ്ട് ബിസിനസ്സും സെയിം കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ, സെയിം പിന്നെ ഫീൽഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ദേ ആർ ദ സെയിം എന്നുള്ളത്. ദേ ആർ നോട്ട് ദ സെയിം. ദേ ആർ ഡിഫറെൻറ്റ്. Their clients are different, audience are different. Their clients may be same, their customer segment might be same, but they are different. How they operate, how they react, how they take decisions is all different. എല്ലാം ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് തോന്നാറില്ല ആ കമ്പനിക്ക് അങ്ങനെ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഈ കമ്പനിക്ക് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്താൽ പോരെ, അല്ലെങ്കിൽ ഇവർക്ക് മറ്റൊരു കോപ്പി അടിച്ചിട്ട് ഇതേമാതിരി സാധനം ചെയ്യണമെങ്കിൽ അവർക്കും ആ ഒരു ബെനിഫിറ്റ് കിട്ടൂല എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലോ. തീർച്ചയായിട്ടും. സോ വൈ ആർ ദേ നോട്ട് ഡൂയിങ് ഇറ്റ്? അതിന് കാരണം അവരുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ഇൻറ്റേർണൽ പൊളിറ്റിക്സ്, ഇൻറ്റേർണൽ ഡൈനാമിക്സ് കുഡ് ബി ടോട്ടലി ഡിഫറെൻറ്റ്. അതെ. നമ്മൾ പലപ്പോഴും അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ വരാറുണ്ട്, എന്ത് ഓൺട്രപ്രണേഴ്സ് ആർ ഡിഫറെൻറ്റ്, അവരുടെ മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് ആണ്, അവരുടെ വളർന്നു വന്ന രീതികൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർ ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, അവർ ഇടപഴകുന്ന ആളുകളില്ല. റൈറ്റ്.